നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വർഷങ്ങളായി കാടുമൂടി നശിച്ചു കിടന്ന തിരൂരങ്ങാടി പോലീസ് ക്വാർട്ടേഴ്സുകളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരമാക്കുന്ന ഇടപെടലുമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചിത്ര തെരേസ ജോൺ IPS നേരിട്ടെത്തി സ്ഥലം സന്ദർശിച്ചു. പരിസരം ഒരാഴ്ചയ്ക്കകം പൂർണ്ണമായും വൃത്തിയാക്കി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തിരൂരങ്ങാടി പോലീസിന് SP നിർദ്ദേശം നൽകി. തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് സമർപ്പിച്ച നിവേദനത്തെ തുടർന്നാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം SP സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ബുധനാഴ്ച ഉച്ചയോടെ സന്ദർശനം. ചമ്മാടു ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പോലീസ് ക്വാർട്ടേഴ്സ് പ്രദേശം കാടുപിടിച്ച് ശോചനീയാവസ്ഥയിലായതും പഴയ കെട്ടിടങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതും നേരിൽ കണ്ട SP യൂത്ത് ലീഗ് ഉന്നയിച്ച ആശങ്കകൾ പൂർണ്ണമായും ന്യായമാണെന്ന് വിലയിരുത്തി. തുടർന്നാണ് അടിയന്തര ശുചീകരണ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു നീക്കി അതേ സ്ഥലത്ത് ആധുനിക സൗകര്യങ്ങളോടെയുള്ള സമഗ്ര പോലീസ് ഹബ്ബ് സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ചത്. പോലീസ് സ്റ്റേഷൻ, CI ഓഫീസ്, DYSP ഓഫീസ്, ട്രാഫിക് യൂണിറ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ, ജീവനക്കാർക്കുള്ള ആധുനിക ഫ്ലാറ്റ് സമുച്ചയം എന്നിവ ഉൾപ്പെടെയുള്ള സമഗ്ര വികസന പദ്ധതിയാണ് നിർദ്ദേശിച്ചിരുന്നത്. ഇതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനായി ആഭ്യന്തര വകുപ്പ് തയ്യാറാണെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക ആഭ്യന്തര വകുപ്പ് തന്നെ വകയിരുത്തുമെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചതായി യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. 14 വില്ലകളും കിടക്കുന്നു. അതാരും കാട് പിടിച്ച് കിടക്കുന്നു, ആരും ഉപയോഗിക്കുന്നില്ല. എല്ലാം കണ്ട് ഓർമ്മയുണ്ടോ? മതി അല്ല, അവിടെ നിന്ന് പോയി നോക്കണം. ഇത്രയും വലിയ സ്ഥലം ഇവിടെ 14 വില്ലയുണ്ട്, ഇരുനില കെട്ടിടമുണ്ട്, കാട് മുഴുവൻ നശിക്കുകയാണ്. അതെ അതെ അപ്പൊ എന്താ വെച്ചാൽ ഒരു ആക്ഷനാണ്. നമുക്ക് പൈസ തരാം, ഒന്ന് സ്പീഡപ്പ് ചെയ്യണം കേട്ടോ. ഒന്നിനും കൊള്ളുന്നില്ല, പൊളിച്ച് കിടക്കുന്നു. ഞാൻ പറഞ്ഞ പൈസ പ്രപ്പോസലായി. ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയപ്പോൾ അനുകൂല സമീപനം ലഭിച്ചിരുന്നുവെന്ന് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. കാടും മാലിന്യവും കാരണം ക്വാർട്ടേഴ്സ് പരിസരത്തിന്റെ യഥാർത്ഥ അവസ്ഥ പൂർണ്ണമായി വിലയിരുത്താൻ സാധിക്കാത്തതിനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ശേഷം വീണ്ടും സ്ഥലം സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കുമെന്നും SP അറിയിച്ചു. സന്ദർശന വേളയിൽ താനൂർ DYSP ഗോപകുമാറും SP സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ചെമ്മാട് ടൗണിന്റെ കണ്ണായ ഭാഗത്ത് 1 ഏക്കറിലേറെ വരുന്ന സ്ഥലത്താണ് പോലീസ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഇതിൽ 20 പോലീസ് ക്വാർട്ടേഴ്സുകളും 3 ഫ്ളാറ്റുകളിലായി 10 അപ്പാർട്ട്മെന്റുകളും പഴയ CI ഓഫീസുമാണ് ഉള്ളത്. ഇതിൽ ഫ്ളാറ്റിൽ ഏതാനും പോലീസുകാർ മാത്രമാണ് താമസിക്കുന്നത്. പോലീസ് ക്വാർട്ടേഴ്സുകൾ ജീർണാവസ്ഥയിലായി നിലം പൊത്തുന്ന അവസ്ഥയിലാണ്. ഈ സ്ഥലം ബസ് സ്റ്റാൻഡിനായി ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. ഈ വെഡിംഗ് സീസൺ ആഘോഷമാക്കാം സമ്മാനങ്ങളിലൂടെ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസൻസ് ദി വെഡിംഗ് സ്റ്റോറി. ഏപ്രിൽ 5 മുതൽ ജൂൺ 30 വരെ ആമയിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യൂ. വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലി വെറും 1.9% മുതൽ. തീർന്നില്ല, ഡയമണ്ട് റിംഗ്, റിസോർട്ട് സ്റ്റേ ഫോർ കപ്പിൾ ആൻഡ് ഒരു വെഡിംഗ് പാർട്ടിക്ക് പണിക്കൂലി തിരികെ നൽകുന്നതുമാണ്. വേഗം പോരൂ ചെമ്മാട് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.